കൊല്ലം മുൻപാണ് ഒരു തൃശ്ശൂരിലെ ചെറിയ ഗ്രാമത്തിലെ കുറച്ച് പിള്ളേര് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ വെറുതെ അങ്ങ് പാടുകയല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മസ്റ്റാണ്. അപ്പോൾ അവർ ഈ പരിസരത്തുള്ള ബക്കറ്റും പാത്രങ്ങളും വടികളൊക്കെ ഉപയോഗിച്ച് അങ്ങ് കൊട്ടി പാടാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഹിറ്റായ ഭയങ്കര ഫാൻ ബേസ് ഉള്ള പാട്ടായ അറബിക്കുത്തുപാട്ട് ഇവരങ്ങ് കൊട്ടിപ്പാടി ആ പാട്ട് അവരുടെ തലവര തന്നെ മാറ്റി. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് ന്യൂസ് മലയാളം പ്രേക്ഷകർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് ഡബ്ബ ബീറ്റ്സ് ബാൻഡ് ആണ്. ഹായ് ഗൈഡേഴ്സ്. എന്താണ് ഈ ഓണമായിട്ട് എന്തൊക്കെയാണ് പരിപാടീസ് ഉണ്ടോ, പ്രോഗ്രാംസ് ഉണ്ടോ? 2-3 പരിപാടികളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഡബ്ബ ബീറ്റ്സിന്റെ പരിപാടി ഇല്ലാതെ തൃശ്ശൂർകാർക്ക് ഒരു പരിപാടി ഇല്ല എന്നാണ് പുറത്തൊരടക്കം നമ്മള് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നമ്മളൊരു കുറെ പേര് ഇരിക്കാറുണ്ട്. ഫെസ്റ്റിവൽ സമയത്ത് പ്രത്യേകിച്ച് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പൊ നമുക്ക് ഈ കലാകാരന്മാര് കുറച്ച് എല്ലാവരും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ? അപ്പോൾ ഈ അതുല്യ കലാകാരന്മാരാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഓണം ആഘോഷിക്കാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. പേര് പറയോ? എന്റെ പേര് ആദർശ് ബാബു. എന്ത് ചെയ്യുവാ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. പേര് പറയൂ? അമൃത്. അമൃത് ഏറ്റവും ചെറിയ മെമ്പർ ആണോ ഗ്രൂപ്പിലെ? ആണ്. എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. പേരെന്തായിരുന്നു? നിരഞ്ജൻ കൃഷ്ണ. എന്ത് ചെയ്യുവാ? ആനിമേഷൻ പഠിക്കുന്നു. ഓക്കെ. പേര്? ആഷിഖ്. എന്ത് ചെയ്യുവാ? ഏറ്റവും ചെറിയ ആളാണോ ഗ്രൂപ്പിലെ? പേരെന്താ? ഇതിന് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 5ല്. പേര്? നിരഞ്ജൻ. എന്ത് ചെയ്യുവാ? ട്രെയിനിങ്. ഓക്കെ. പേര് പ്രത്യൂഷ്. എത്രാം ക്ലാസ്സിലാ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. ഓക്കെ. പേരെന്തായിരുന്നു? ബാഹിത്ത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. പേര്? ആദീഷ്. എത്രാം ക്ലാസ്സിലാ? +1. പേര്? ശ്രീഹരി. എത്രാം ക്ലാസ്സിലാ? 8ല്. പേരെന്തായിരുന്നു? ബാലകൃഷ്ണ. എത്രാം ക്ലാസ്സിലാ? 8ല്. ഓക്കെ. പേര്? ഭഗവത് കൃഷ്ണ. എന്താ ചെയ്യുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ തൃശ്ശൂരുകാരുടെ ഓണം നമുക്കറിയാം ഇത്തിരി സ്പെഷ്യൽ ആണ് ബാക്കിയുള്ളവരെക്കാൾ, പുലിക്കളിയും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ ഇവര് ഏറ്റവും ആദ്യം നമുക്ക് പാടിത്തരുന്നത് ഓണപ്പാട്ടാണ്. അപ്പൊ ആരാണ് ഗൈസ് ഓണപ്പാട്ട് പാടിത്തരുന്നത്? ഏത് പാട്ടാ നമുക്ക് പാടുവാ? ഓക്കെ. അപ്പൊ നമുക്ക് പറനിറയെ പാട്ട് കേട്ട് ഓണപ്പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. തുരയിടുമലയിൽ നമുക്ക് തുഴയാനും വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂക്കാവ്. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ, പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ. അപ്പൊ ഓണപ്പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ കൊട്ടും താളവും പാട്ടും എല്ലാം മലയാളികൾക്ക് സുപരിചിതമായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങളൊരു വേദിയിൽ പോയിട്ട് ആളുകളെ കയ്യിലെടുക്കണം, പെട്ടെന്ന് ഓഡിയൻസിനെ കയ്യിലെടുക്കണം എന്ന് തോന്നിയാ ഏത് പാട്ടാവും പാടുക? മാരിക്കുളന്ത്. അപ്പൊ നമുക്ക് മാരിക്കുളന്ത് പാട്ട് കേൾക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വേദിയിൽ പോയ ഈ മാരിക്കുളന്താണ് അങ്ങ് ഉപയോഗിക്കാറ് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകളൊക്കെ അങ്ങ് ഓണാവും.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് ഇപ്പോൾ ഒരു അറബിക്കുത്ത് സോങ് നിങ്ങൾ പാടുന്നു, അതിനുശേഷം വലിയ രീതിയിൽ വൈറലാവുന്നു, പ്രശസ്ത സംഗീത സംവിധായകനായിട്ടുള്ള അനിരുദ്ധ് നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് അനിരുദ്ധ് സാറാണ് ശരിക്കും ഞങ്ങളുടെ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഒരു ആളാണ്. കാരണം ഞങ്ങളങ്ങനെ ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇന്ദ്രജിത്തേട്ടൻ ജസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ അത് അനിരുദ്ധ് സാർ സ്റ്റോറി ഇട്ടപ്പോൾ പിന്നെ നമുക്ക് കുറേ എൻക്വയറീസ് വന്നു തുടങ്ങി. ഇങ്ങനെ ഓരോ TV ചാനലിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മളൊരു ബാൻഡാക്കിയിട്ട് തുടങ്ങിയത്. ഒരു റീസൈക്കിൾ റിതം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒരു സ്ക്രാപ്പ് ബാൻഡായിട്ട് തുടങ്ങിയത്. ഈ റീസൈക്കിൾ റിതം അത് വലിയൊരു ഒരു വ്യാപ്തിയുള്ള പേരാണ്, റീസൈക്കിൾ റിതം. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, പല രീതിയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങളും വടികളും ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? അല്ല, നമ്മൾ പണ്ട് തൊട്ട് തന്നെ ഇങ്ങനെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ബക്കറ്റിൽ അങ്ങനെ വെച്ചിരുന്ന് കൊട്ടും. പക്ഷേ ഇത് പുറം രാജ്യത്തൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി അതിനുള്ളിലേക്ക് നമ്മൾ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ പുറം രാജ്യത്ത് ഇങ്ങനത്തെ പരിപാടികളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതേപോലെ ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്പം മുതലേ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്ന ആൾക്കാരാണ്? നമ്മൾ വെറുതെ പാട്ട് പാടാ കുട്ടുക അങ്ങനെയൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് അങ്ങനെ സ്റ്റോറി ഇടുമായിരുന്നു? അല്ലല്ല, വെറുതെ ഒരു പാട്ട് പാടി സ്റ്റോറി ഇട്ടതാ, അങ്ങനെ ഇട്ടതാ. ഇത്രയും ഇപ്പൊ മലയാളികൾ മാത്രമല്ല, കേരളവും കഴിഞ്ഞ് തമിഴ്നാട്ടിലും നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ എന്ത് തോന്നി ഇത്രയും വലിയൊരു ഫാൻ ബേസിനെ കിട്ടിയപ്പോ? ഭയങ്കര സന്തോഷം. നമ്മള് കുറെ തമിഴ് പാട്ടുകളൊക്കെ കുറെ ചെയ്യണ കാരണം തമിഴ്നാട് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് ഇനി അറബിക്കുത്ത് കേൾപ്പിച്ചു തരുമോ? നമുക്കിനി അറബിക്കുത്ത് കേൾക്കാം. ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താലെ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താലെ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബോ. മലമ പിത്താ പിത്താത്തെ മലമ പിത്താ പിത്താത്തെ മല പിത്താ പിത്താത്തെ മലമ പിത്താത്തെ മലമ പിത്താ പിത്താത്തെ മലമ പിത്താ പിത്താത്തെ മല പിത്താ പിത്താത്തെ മലമ പിത്താത്തെ. ഹോലി ഹോലി പക്കത്തില തിരുത്തുറങ്കോലി ഗാലി ഗാലി പക്കത്തില മയങ്കുര ഡോലി ഗാലി ഗാലി മുത്തത്തില അവന് തണ്ടാലി ഗാലി ഗാലി അടിപൊളി. ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താലെ ഹലമിത്തി ഹബീബോ ഹലമിത്തി ഹബീബ് വന്താലെ ഹലമിത്തി ഹബീബോ ഹലമത്തി ഹബീബോ. മോസുടെ 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 അതിമട്ടെ നാമെല്ല മമല്ല മകാലി അന്ന കൊല്ലല പോകി ഒരു വട്ട് എന്ന വട്ട് പടം കട്ട് ഒരു വട്ട് അവ கொஞ்சமயே என்ன செஞ்சிட்ட ஒரு தீவயாரோ கிட்ட வச்சாலே என் மனசுக்குள்ள முதமழையா கீழ வச்சாலே லவ் வச்சானே இவயாரோ கிட்ட வச்சாலே என் வயசுக்குள்ள முதுமழையா கீழ வச்சாலே ഹലമിത്തി ഹബീബോ. അപ്പൊ ഈ സോങ് ആണ് അനിരുദ്ധ് സംഗീത സംവിധായകൻ അനിരുദ്ധ് സ്റ്റോറി ഇട്ടത്. ഇപ്പൊ AR റഹ്മാനും നിങ്ങളുടെ പാട്ടുകള് സ്റ്റോറിയും ഒക്കെ ആക്കിയിരുന്നു അല്ലേ? ഞങ്ങള് വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞൊരു പാട്ട് സ്റ്റോറി കിട്ടുന്നത് AR റഹ്മാൻ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പലരും പ്രൊഫഷണൽ ആയിട്ട് സംഗീതമോ അല്ലെങ്കിൽ ഡ്രംസോ ഈ പറയുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പലരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കരുതുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് എവിടുന്നൊരു ഒരു പഠിക്കാനുള്ള ഒരു മെറ്റീരിയൽ എവിടുന്ന് എടുത്തത്? മെറ്റീരിയൽ വെച്ചാൽ എല്ലാവരെയും ഒരു ഭൂരിഭാഗം ആൾക്കാരുടെയും അച്ഛന്മാരൊക്കെ കൊട്ടുകാരന്മാരാണ്, ചെണ്ട കൊട്ടുകാരാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആട്ടങ്കല സമിതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അതിലത്തെ ആൾക്കാരുടെ ഒക്കെ മക്കളും ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ഇതിൽ ഇങ്ങനെ കൊട്ടിനായിട്ടുള്ള ചെറിയ കേട്ടുള്ള പോലെ ഭയങ്കര ബന്ധമുണ്ട്. അങ്ങനെ ജസ്റ്റ് അപ്പൊ ചെണ്ട കൊട്ടുന്നതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കലാവാസന ഉണ്ടായത്. അച്ഛന്മാരും ഇങ്ങനെ കൊട്ടുന്നവരാണ്. പലരും അച്ഛന്മാരും ഇങ്ങനെ പുറമേക്കൊക്കെ കൊട്ടാൻ പോണ ആൾക്കാര്. ഇനി ആരാ പാട്ട് പാടുന്നേ? വാ 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 വാ. ഏത് പാട്ടാ പാടുന്നേ? വേടൻ ഫാനാണ്. വേടൻ വിട്ടൊരു കളിയില്ല. ഇപ്പൊ വേദികളിലൊക്കെ പോകുമ്പോ വേടന്റെ പാട്ട് പാടാറുണ്ടോ? മെയിൻ ആയിട്ട് വേടന്റെ പാട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേടന്റെ ഒരു അടിപൊളി പാട്ട് കേൾക്കാം. ഓക്കെ. വിയർത്തുണ്ണിയിട്ട കുപ്പായം, അതിൽ നിറങ്ങുന്ന മുകില കട്ടായം, കിനാവ് കൊണ്ട് കിട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറക്കിനി
ഉയരത്തിൽ പറക്ക് ചെറുപ്പൂത്താലും താമര കണക്ക് ചെറുപുര മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വിലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുക്ക് കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കാട്ടിട്ട് കുതിര പോലെ പഞ്ഞ് വേണ്ടതെല്ലാം ജല്ലിക്കെട്ട് കയറ് വിട്ട കാള ജീവിതമോ ജല്ലിക്കെട്ട് കണ്ണ് മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട് കുതന്ത്രമന്ത്രമൊന്നും മാറിയില്ലടാ കുടിച്ച കള്ളി കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും പറയില്ലടാ കുടിച്ച കള്ളി കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളി പറയില്ലടാ കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളി കള്ളമൊന്നും പറയില്ലടാ. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണ്. അപ്പൊ നിങ്ങള് ഈ ഡബ്ബ ബീറ്റ്സ് എവിടെയായിരിക്കും? അതായത് കേരളത്തിനപ്പുറത്ത്, ഇന്ത്യക്കപ്പുറത്ത്, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ടീമായിട്ടായിരിക്കും വരുവാ? പറഞ്ഞോളൂ. അല്ല, നമുക്ക് അങ്ങനെ എല്ലാവരും ലോകം മൊത്തം അറിയപ്പെടും. ഇപ്പൊ ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് ന്യൂസ് മലയാളം വീണ്ടും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണ്. അപ്പൊ നിങ്ങൾ എവിടെയായിരിക്കും? ഞങ്ങൾക്ക് ഒരുപാട് എന്താണ് ഭാവി പരിപാടികൾ? അതുകൂടെ ഞങ്ങള് ഇതേപോലെ തന്നെ എല്ലാം ഒന്നുകൂടി കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടല്ലാതൊക്കെ ഒന്നും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾക്ക് തെന്നയ്ക്ക് എന്തെങ്കിലും തെന്നയ്ക്കുള്ള വല്ല പാട്ടുകളൊക്കെ ഇറക്കണമെന്നുണ്ട്. തന്നെ കമ്പോസ് ചെയ്ത് മൊത്തം ഞങ്ങൾക്കായിട്ടൊരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് പോലെ ഇറക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരു 10 കൊല്ലം കഴിയുമ്പോ ഒരു സ്വതന്ത്രമായിട്ട് മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യുന്ന ഒരു ബാൻഡായി ഡബ്ബ ബീറ്റ്സ് വളരും. ഉറപ്പായിട്ടും വളരും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ. അപ്പൊ ഒരു 10 കൊല്ലം അല്ല, ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ വലിയ രീതിയിൽ ഈ ഡബ്ബ ബീറ്റ്സ് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാവിധ കലാകാരന്മാരും അതുല്യ കലാകാരന്മാരാണ് ഓരോ. ഇപ്പൊ നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിലും പാട്ട് പാടുകയാണെങ്കിലും അത്ര ഗംഭീരമായിട്ടാണ് ആളുകൾ പാടിത്തരുന്നത്. അപ്പൊ ഈ ഓണാഘോഷം അങ്ങ് തിമിർപ്പിലെത്തി നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടി ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അടിച്ചുപൊളി പാട്ട് കൂടെ പാടിത്തരുമോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ട്. ഒത്തയിൽ നിക്കിറയമ്മണ്ട തനബിംബമ്മ വണ്ട വലകാണ്ടവണ്ട வந்து தொடுடா குத்திரி ரத்தமும் வருண்டா குத்துறக்கம் பொண்ணு எவண்டா ஒளி போன்றவண்டா சரிச்சுதான் நடக்குதா நிறமெல்லாம் முறுக்கலா ஏறும் உனக்குதான் தலைவிதி அடிச்சதும் இருக்கலாம் மாறூரா பண்ண மபண்டா 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 ஒத்தை நிக்கிற எமண்டா 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 வா வந்து தொடுடா 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 திறக்கும் பண்ணு எவண்டா 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 ஓர் குணம் இருக்கா சிக்கர கண்டவ சிரிக்கா அவனை சிக்கர கிருக்கா முக வீங்கி இருக்கா நாயகன் இருப்பா தொட்டவன் கையில கருப்பா யாரன கட்டவ பொறுப்பா அசையாதிருப்பா வசதமா சுழுதலாம் அவகத அதுக்கெல்லாம் மேலே உனக்குதான் அதுக்கு நான் பழகிட்டான் போல ராவணம வண்டா ஒத்தை நிக்கிறையமண்டா அத்தனை பிம்பமுமா வண்டா உலகாண்ட வண்டா வந்து தொடுடா திரு ரத்தமும் வரண்டா உத்தர கும்பனையும் வண்டா ஒளி போன்ற வண்டா ராவணம வண்டா. അപ്പൊ ഈ തൃശ്ശൂരിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഈ അതുല്യ കലാകാരന്മാർ വളർന്നു വരുന്നത്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബാൻഡായിട്ട് ഡബ്ബ ടീം, ഡബ്ബ ബീറ്റ് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇനിയും ഇവരുടെ വളർച്ച നമ്മുടെ മുന്നിലുണ്ടാകും. അവർ വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി ഓണം.